അതുകൊണ്ടേ ചില പാപങ്ങൾ പൊറുക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ കുടുംബം നോക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, അതൊക്കെ വലിയ ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക. അതിന്റെ കൂലി കിട്ടും. നേരത്തെ പറഞ്ഞില്ലേ, സദഖത്തു സിർരി തുത്ഫി ഗളബ റബ്ബി, രഹസ്യമായി കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ദേഷ്യത്തെ അത് കെടുത്തിക്കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഒരു സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് ജനങ്ങൾ വന്ന് പരാതി പറഞ്ഞു, സ്വാലിഹ് നബിയെ, ഇന്നാലിന്ന വ്യക്തി അയാളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല, എല്ലാവരെയും ദ്രോഹിക്കുന്ന മഹാമോശക്കാരനാണ്, അതുകൊണ്ട് അവനിക്കെതിരെ എന്ന് ദുആ ചെയ്യണമെന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ സ്വാലിഹ് നബി പറഞ്ഞു, ഇദ്ഹബു ഫഖദ് കുഫീതുമു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ദ്വാരന്നിട്ടുണ്ട്, അവന്റെ ശല്യം ഇന്നത്തോടെ അവസാനിക്കുമെന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ജനങ്ങളെല്ലാവരും ആശ്വാസത്തിലാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വ്യക്തിക്കെതിരെ ദ്വാരന്നിട്ടുണ്ട്, ഇന്നത്തോടുകൂടെ അവന്റെ എല്ലാ ശല്യവും തീരുമല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ജനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ എന്താണ് പണി? ആ മനുഷ്യൻ മലമുകളിൽ വിറക് വെട്ടാൻ പോയി, വിറക് ശേഖരിച്ച് അങ്ങാടിയിൽ കൊണ്ടുപോയി അത് വിൽപ്പന നടത്തുന്ന വിറക് തൊഴിലാളിയാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ പതിവ് പോലെ വിറക് ശേഖരിക്കാൻ വേണ്ടി മലമുകളിൽ പോയി വിറക് ശേഖരിച്ച് അയാൾ തിരിച്ചു വരുന്നു. അപ്പൊ ഈ നേരത്തെ കാത്തിരുന്ന ആളുകൾ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വാലിഹ് നബി, അയാൾ വരുന്നുണ്ടല്ലോ, അയാൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, അയാളെന്താ വിറകേറ്റ് വരുന്നത്, അങ്ങാടിയിലേക്കുള്ള വഴിയാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ വിളിച്ചു, ഇവിടെ വാ. വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിറക് താഴെ ഇടുന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിന്നെ പറ്റി വ്യാപകമായ പരാതി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ നിനക്കെതിരെ ഞാൻ ദ്വാരന്നിട്ടുണ്ട്, ആ ദുആക്ക് എനിക്ക് ഉത്തരവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നീ തിരിച്ചു വന്നത്, നീ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, രാവിലെ മലമുകളിലേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി പോകുന്ന ഞാൻ ഉച്ചക്ക് കഴിക്കാനുള്ള പത്തിരി ഞാൻ കരുതാറുണ്ട്. പോകുന്ന വഴിയിൽ വെച്ച് ഒരു യാചകൻ എന്നോട് ഭക്ഷണം ചോദിച്ചപ്പോൾ ഉച്ചക്ക് കഴിക്കാനുള്ളതിൽ നിന്നൊരു പത്തിരി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതാണ് വിഷയം, ഏതായാലും ആ വിറകൊന്ന് അഴിക്കുക എന്ന് പറഞ്ഞു. വിറക് അഴിച്ചു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, വിറകിന്റെ ഉള്ളിൽ നിന്ന് വിഷസർപ്പം അങ്ങ് അഴിഞ്ഞു പോവുകയാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാട്ടിക്കൊടുത്തു, എന്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പാമ്പിനെ ഏൽപ്പിക്കപ്പെട്ടത്. പക്ഷേ അദ്ദേഹം ആരും അറിയാതെ രഹസ്യമായിട്ട് ആ വിശന്നുകൊണ്ട് വന്ന യാചകനക്ക് പത്തിരി കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല അത് തടഞ്ഞു വെച്ചതാണെന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സംഭവം. പ്രിയപ്പെട്ടവരെ, അതാണ് പറഞ്ഞത്, സദഖത്തു സിർരി തുത്ഫി ഗളബ റബ്ബ്, രഹസ്യമായി കൊടുക്കുന്നത് റബ്ബിന്റെ ദേഷ്യത്തെ കെടുത്തിക്കളയുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിന്റെ രഹസ്യ സ്വഭാവം നമ്മൾ നിലനിർത്തുക, ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്താൽ അല്ലാഹുവിന്റെ അടുത്ത് നമുക്കൊന്നും കിട്ടൂല. അപ്പൊ നമ്മൾ നല്ല ഇഖ്ലാസോടെ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.